നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ വേർപാടിന് ശേഷം കുടുംബത്തിന്റെ ചുമതല മുഴുവൻ ഭാര്യ രേണുവിനാണ്. അഭിനയത്തിൽ അഭിരുചിയുള്ള രേണു ഇപ്പോൾ നാടകത്തിലും സജീവമാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ രേണു അടുത്തിടെയായി കടുത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയ വഴി ഏറ്റുവാങ്ങുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റൊമാൻറ്റിക് റീൽ അഭിനയിച്ചു എന്നതാണ് പ്രധാന കാരണം. കൂടാതെ ബോഡി ഷേമിംഗ് കമന്റുകളും രേണുവിന് ലഭിക്കുന്നുണ്ട്. ഇപ്പോഴിതാ തന്റെ ശരീരത്തെ പരിഹസിച്ചും ചീത്ത വിളിച്ചും വരുന്ന കമന്റുകൾക്കുള്ള മറുപടി മഴവിൽ കേരളത്തിന് നൽകിയ പുതിയ അഭിമുഖത്തിൽ നൽകിയിരിക്കുകയാണ് രേണു. അസഭ്യം കമന്റായി കുറിക്കുന്നവരെ നിയമപരമായി നേരിടാനാണ് രേണുവിന്റെ തീരുമാനം. സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ പുതിയ വീട്ടിൽ നിന്ന് പുറത്താക്കിയോ എന്ന കമന്റുകളോടും രേണു പ്രതികരിച്ചു. സുധിച്ചേട്ടന്റെ രണ്ടു മക്കളും എൻ്റെ മക്കൾ തന്നെയാണ്. ഋതുലിനേക്കാൾ എന്നെ അമ്മയെന്ന് വിളിച്ചത് കിച്ചുവാണ്. അവൻ കഴിഞ്ഞിട്ട് മാത്രമേ ഋതുലിനോടുള്ള സ്നേഹമുള്ളൂ. എനിക്കിതൊന്നും നാട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ പേരിലല്ല പുതിയ വീടെന്ന് പല ആവർത്തി അഭിമുഖങ്ങളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വീട് വെച്ച് തന്നവരും ഇക്കാര്യം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഞാൻ കിച്ചുവിനെ അടിച്ചിറക്കുന്നു എന്ന് ഇവർക്ക് പറയാൻ കഴിയുന്നത്? എന്നെ കമന്റ് ബോക്സിൽ വന്ന് പലരും തെറി വിളിക്കുന്നുണ്ട്. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എനിക്ക് കെട്ടിയോനില്ലാത്തത് കൊണ്ടാണ് ഇവരൊക്കെ എന്നെ പച്ചയ്ക്ക് തെറി വിളിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലെന്ന് കരുതിയാണ് ഇവർ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്. ഇവരിൽ ഒരാളെയെങ്കിലും ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും രേണു പറഞ്ഞു. ബിക്കിനി ഷൂട്ട് ചെയ്യുന്നവർ നമുക്കിടയിലുമുണ്ടല്ലോ. പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചെയ്യാറില്ലേ? അവരോട് ആരോടും ഇല്ലാത്ത പ്രശ്നമാണ് ഇവർ എന്നോട് തീർക്കുന്നത്. ബിക്കിനി ഷൂട്ട് ചെയ്യുന്നവരെ മലയാളികൾ ഒരു കമന്റിലൂടെയും ഒന്നും പറയുന്നില്ലല്ലോ. ബിക്കിനി ഫോട്ടോഷൂട്ട് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. എന്തിടണം എന്തിടണ്ട എന്ന് അവനവൻ്റെ ഇഷ്ടമാണ്. ഞാൻ ഒരു റീൽ ചെയ്യുന്നത് ഇത്ര വലിയ പാതകമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നെഗറ്റീവ് കമന്റുകൾ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ തെറിയാണ് പലരും വിളിക്കുന്നത്. ഏത് സോങ്ങിന് റീൽ ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? റീൽ ചെയ്യുന്നത് മക്കളെ പോറ്റാനാണോ എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. നാടകത്തിൽ ഞാൻ അഭിനയിക്കുന്നത് അതെൻ്റെ പ്രൊഫഷൻ ആയതുകൊണ്ടാണ്. മക്കളെ പോറ്റാൻ വേണ്ടിയാണ്. വൈറൽ പിടിക്കുന്നത് അഭിനയത്തിൻ്റെ ഭാഗമാണ്, അല്ലാതെ ജീവിതമല്ല. ഇൻറ്റിമേറ്റഡ് സീനിൽ അഭിനയിക്കേണ്ടി വന്നാൽ ഞാൻ ഇനിയും അഭിനയിക്കും. കാരണം ഞാനൊരു ആർട്ടിസ്റ്റാണ്. അതെനിക്ക് കംഫർട്ടാണെങ്കിൽ മാത്രം. ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ടുണ്ട്. അതിനുള്ളിൽ നിന്നാണ് അഭിനയിക്കുന്നത്. അതുപോലെ ബോഡി ഷേമിംഗ് കമൻ്റ് ഇടുന്നവരോട്, അവർ ചിലപ്പോൾ ഐശ്വര്യ റായി ആയിരിക്കും. എനിക്ക് ദൈവം തന്നത് ഇങ്ങനെയാണ്. മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ എനിക്ക് നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ അത്തരം കമന്റുകൾ ഞാൻ വിട്ടു എന്ന് രേണു പറയുന്നു. കൊല്ലം സുധിയുടെ വരുമാനത്തിലായിരുന്നു രേണുവും മക്കളും കഴിഞ്ഞിരുന്നത്. നടന്റെ വരുമാനം നിലച്ചതോടെ അനാഥനായ കുടുംബത്തിന് സന്നദ്ധ സംഘടനയാണ് വീട് വെച്ച് നൽകിയത്. മക്കളുടെ വിദ്യാഭ്യാസം 24 ന്യൂസ് ചാനലാണ് ഏറ്റെടുത്തിരിക്കുന്നത്.